നാമം വൃഥാ പ്രയോഗിക്കരുത്. കുടുംബത്തിലെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കണം. കുടുംബത്തിലെ വർത്തമാനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പാഴ്വാക്കുകൾ പറയരുത്. നല്ല വാക്കുകൾ പറയുന്ന അമ്മ, നല്ല വാക്ക് പറയുന്ന അപ്പൻ, കടുപ്പം പിടിച്ച വർത്തമാനങ്ങൾ പറയരുത്. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുതെന്ന് പറഞ്ഞാൽ വെറുതെ അനാവശ്യ വാക്കുകളും പറയരുതെന്ന് അതിൻ്റെ മറ്റൊരു വ്യാഖ്യാനം, മറ്റൊരർത്ഥം. നമ്മുടെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നുമായിരിക്കണം. നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ പരസ്പരം പറയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവം തന്ന ഭർത്താവിനെ ഞാനെന്ന ഭാര്യ നൊമ്പരപ്പെടുത്തരുത്. ദൈവം തന്ന ഭാര്യയെ ഞാനെന്ന ഭർത്താവും നൊമ്പരപ്പെടുത്തരുത്. വാക്കുകൾ നോക്കിയും അളന്നും വേണം പറയാൻ. ഒരപ്പൻ്റെയും മറ്റും വർത്തമാനം മക്കൾ നോക്കിപ്പഠിക്കും, അത് മറന്നേക്കരുത്. അപ്പനും അമ്മയും എങ്ങനെ സംസാരിക്കുന്നോ അത് കുഞ്ഞുങ്ങൾ കണ്ടുപിടിക്കും. ഒരപ്പൻ വാ വിളിച്ചാൽ പറയുന്ന വാക്ക് കോപ്പ് കിഴങ്ങ്, മാട കോട, ഓക്കൻ ഉണ്ണാക്കൻ, കോന്തൻ കൊശവൻ, മറ്റോൻ മരിച്ചവൻ. അപ്പൻ്റെ 6 വയസ്സുള്ള മോൻ ഗുണനപ്പട്ടിക ചെല്ലുന്ന പോലെ അപ്പം പറഞ്ഞത് പറഞ്ഞു പഠിച്ചു. കോപ്പയ കിഴങ്ങ്, മാടാ കോട, ഓക്കൻ ഉണ്ണാക്കൻ, കോന്തൻ കൊശവൻ. പള്ളി പെരുന്നാൾ വന്നു. 200 രൂപ കൊടുത്ത് അപ്പൻ ഒരു പ്ലാസ്റ്റിക് തീവണ്ടി മേടിച്ച് മോന് കൊടുത്തു. മോൻ തീവണ്ടി നേരെ നിർത്തി ചൂളം വിളിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ട യാത്രക്കാരെ, നമ്മുടെ തീവണ്ടി കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി, തിരുവല്ല, മാവേലിക്കര, കരുനാഗപ്പള്ളി വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. 1-ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 5 കിഴങ്ങന്മാരും 2-3 ഓക്കന്മാരും ഉണ്ട്. വണ്ടി പോകുന്ന ശബ്ദം. അപ്പനും ചൊറിഞ്ഞ് കയറുക. കുറെ കഴിഞ്ഞ് ട്രെയിൻ നിർത്തിയ ശബ്ദം. നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരിയിലെത്തി. 3 പൊട്ടന്മാരിറങ്ങി, 5 കിഴങ്ങന്മാർ പിന്നെയും കയറി. വണ്ടി കൊല്ലത്തേക്ക് പോകുന്നു. ആരിശം വന്ന് അപ്പൻ തീവണ്ടി എടുത്ത് ഒറ്റ ഏറ് 5 കഷ്ണം എടുത്ത് പൊട്ടിപ്പറഞ്ഞു പോയി. ഇവൻ കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. അരമണിക്കൂർ കരഞ്ഞ് സ്വരമടച്ചു. അപ്പൻ്റെ മനം പിടിച്ചു. എന്നടാ കുത്തിയിരുന്ന് മൂങ്ങുന്നത്? എൻ്റെ തീവണ്ടി അപ്പനെ പൊട്ടിച്ചില്ലേ, അതുകൊണ്ടാണ്. അപ്പം പറഞ്ഞു, ചീത്ത വാക്കുകൾ പറഞ്ഞിട്ടാ, മേലിൽ പറയാതിരുന്നാൽ പരിഹാരമുണ്ട്. അവൻ പറഞ്ഞു, അപ്പനാണ് സത്യം, മേലിൽ ചീത്ത വാക്കൊന്നും ഞാൻ പറയുകയില്ല, പുതിയ ഒരെണ്ണം മേടിച്ച് തരാമോ? അപ്പം പറഞ്ഞു, പുത്തൻ മേടിക്കാൻ കാശില്ല, പഴയത് പെറുക്കി കൊളുത്തി തരാൻ. കുത്തിയിരുന്ന് പെറുക്കിയെടുത്ത് കൊളുത്തി തീവണ്ടി നേരെയാക്കി. എറിഞ്ഞ് പൊട്ടിക്കാനും പെറുക്കി കൊടുത്താനും എല്ലാം കൂടെ 1 മണിക്കൂർ എടുത്തു. ഇനി മോശമായതൊന്നും പറയില്ല. അവൻ പറഞ്ഞു, അപ്പനാണ് സത്യം, പറയില്ല. അപ്പം നോക്കി നിന്നു. അവൻ തീവണ്ടി നേരെ നിർത്തി ചൂളം വിളിച്ചു. വണ്ടി വന്ന് ശബ്ദം കേൾപ്പിച്ചു. അവൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ട്രെയിൻ ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ല, മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പോവുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മറ്റോൻ്റെ മോൻ കാരണം ട്രെയിൻ 1 മണിക്കൂർ താമസിച്ചു പോയെന്ന കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. എങ്ങനെയാണോ അമ്മ അപ്പൻ, അങ്ങനെയാണ് മക്കൾ. ഇപ്പം അപ്പൻ്റെയും അമ്മയുടെയൊക്കെ സംസാര രീതി മക്കൾ കണ്ടുപഠിക്കുന്നുണ്ട്. പാഴ്വാക്കുകൾ കുടുംബത്തിൽ പറയരുത്. അനാവശ്യമായ വാക്കുകൾ കുടുംബത്തിൽ സംസാരിക്കരുത്. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. മത്തായി 12:36 മുതൽ 38 വരെ വാക്യങ്ങൾ. അനാവശ്യമായി പറയുന്ന ഓരോ വാക്കിനും വിധിയുടെ ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പാഴ്വാക്ക് ചിലപ്പോൾ നമുക്കറിയാം. ആരെക്കുറിച്ച് കേട്ടതെല്ലാം പൊലിപ്പിച്ച് പറയുന്ന പെണ്ണുങ്ങൾ, പൊലിപ്പിച്ച് പറയുന്ന ആണുങ്ങൾ, പൊലിപ്പിച്ച് പറയുന്ന സ്വഭാവം പ്രത്യേകിച്ചറിയാം. സ്ത്രീകൾ, ഒരു നല്ല അമ്മയുടെ യോഗ്യതയാണ് അനാവശ്യ വർത്തമാനങ്ങൾ പറയാതിരിക്കുക എന്നുള്ളത്. ചില പെണ്ണുങ്ങൾക്കറിയാം, എന്ത് കിട്ടിയാലും വാർത്ത കാട്ടുതീ പോലെ. ഈ കാര്യം നമ്മൾക്ക് മുമ്പ് ഈശോ മിശിഹായ്ക്ക് തന്നെ അറിയാം. അതുകൊണ്ടാണ് ഉത്തിതനായ കർത്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ശിഷ്യന്മാർക്കല്ല, മഗ്ദലക്കാരി മറിയത്തിനാണ്. തമ്പുരാനറിയാം, അവൾക്ക് പ്രത്യക്ഷപ്പെട്ടോ അനേകം പ്രത്യക്ഷപ്പെടൽ പിന്നെ വേണ്ട. ഈ വാർത്ത നിമിഷം കൊണ്ട് യൂദയ, സമറിയ, ലോകത്തിൻ്റെ അതിർത്തി വരെ പെട്ടെന്ന് പരക്കാൻ ഒരു അപ്പിയറൻസ് മാത്രം മതി. ഇപ്പോൾ ജീവിതത്തിൽ ഓർക്കുക, വാക്കുകളെ നമ്മൾ ശ്രദ്ധിക്കണം. കോട്ടയം നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ രാവിലെ 9 മണിക്ക് എന്നാൽ ഒരു പ്രാന്തനെ കാണാം. പേര് പ്രാന്തൻ നാരായണൻ. കയ്യിൽ കച്ചത്തോറത്തിൻ്റെ മുടുത്ത പാണ്ടക്കെട്ട് തലയെ കെട്ടി വെച്ചിരിക്കുക. അളിഞ്ഞ സവോള, ചീഞ്ഞ തക്കാളി, ഉരുളക്കിഴങ്ങ്, പഴംതുണി, പഴത്തൊലി, ആശുപത്രിയിലെ പഞ്ഞി എല്ലാം കൂടെ കെട്ടി വെച്ചിരിക്കുന്നു. 100 പേരെ കാണുമ്പോൾ പ്രാന്തൻ നാരായണൻ പൊതിയെ കഴിക്കും. ആൾക്കാർ മൂക്കും പൊത്തി ഓടും. എന്തൊരു നാറ്റം! നാരായണന് സന്തോഷം. 100 പേരെ മണപ്പിക്കാൻ പറ്റിയല്ലോ. പാണ്ടക്കെട്ട് മുറുക്കിക്കെട്ടും തോളെ കയറ്റും. ഉച്ച കഴിഞ്ഞ് 2:30 KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു 200 പേരെ കാണുമ്പോൾ പിന്നെയും പൊതി കഴിക്കും. അവർ ഓടും. നാരായണന് സന്തോഷം. മണത്തവർ 300. വൈകിട്ട് 6:30 ആകുമ്പം വേണാട് വരുന്ന സമയം 1 കിലോമീറ്റർ നീളത്തിൽ പ്ലാറ്റ്ഫോമിൽ പൊതി കഴിച്ച് വലിച്ചുകൊണ്ട് ഒറ്റ ഓട്ടമാണ്. ആൾക്കാർ മൂക്കും പൊത്തി ഓടുമ്പോൾ നാരായണൻ പാണ്ടക്കെട്ട് മുറുക്കിക്കെട്ടും എന്നിട്ട് പറയും, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി ഇപ്പോൾ അവസാനിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 9-ന് നാഗമ്പടം ബസ് സ്റ്റാൻഡിൽ. ഈ നാരായണന്മാരുടെ എണ്ണം സഭയിൽ
ഇടവകയിൽ സമൂഹത്തിൽ വളർന്നു വരിക. എന്തൊക്കെയോ കേട്ടത് അഴിഞ്ഞ സവോള, ചീഞ്ഞ തക്കാളി, പഴത്തൊലി കുറേ പേരെ മണപ്പിക്കുക. കുർബാനയ്ക്ക് പോകുമ്പോഴും ധ്യാനം കൂടാൻ പോകുമ്പോഴും ധ്യാനം കൂടുമ്പോൾ മുറുക്കി കേട്ടും പിന്നെ തിരിച്ചു പോകും വീണ്ടും പൊതി അഴിക്കുക, മണപ്പിക്കുക. ഈ ഒരു സ്വഭാവമുണ്ട്. ഇവിടെയാണ് പറയുക, വാക്കുകളെ ശ്രദ്ധിക്കണം. ദൈവത്തിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. കരുണയുള്ള കുടുംബത്തിൽ മക്കളോട് കരുണയോടെ വർത്താനം പറയുക, ഭാര്യയോട് കരുണയോടെ പറയുക, ഭർത്താവിനോട് കരുണയോടെ സംസാരിക്കുക, അനാവശ്യ വാക്കുകൾ പറയാതിരിക്കുക. പരീക്ഷയ്ക്ക് മോൻ പഠിച്ചു മടുത്തു, അവൻ്റെ കണ്ണൊക്കെ കുഴിഞ്ഞു പോയി. അമ്മ അപ്പനോട് പറയുക, നോക്കിക്കേ നമ്മുടെ മോൻ പഠിച്ച് കണ്ണ് കുഴിഞ്ഞു പോയി, വിറ്റാമിൻ വല്ലതും മേടിച്ച് കൊടുക്കണം കേട്ടോ. ഉടനെ അപ്പൻ്റെ മറുപടി, സാരമില്ലടി, റിസൾട്ട് വരുമ്പോൾ തന്നെ തള്ളി വന്നോളും. ഇതുകൊണ്ട് വർത്തമാനം വരുന്ന കാരണവന്മാരുണ്ട്. സംസാരങ്ങളെ ശ്രദ്ധിക്കണം, രീതികളും ഇടപെടലുകളും ശ്രദ്ധിക്കുക. അപ്പം അവൻ്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. 3, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബത്തിൻ്റെ സെൻട്രി കൊടുക്കുന്ന 7 പ്രമാണങ്ങളാണ്. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. പഴയ നിയമപ്രമാണം നമ്മുടെ കുടുംബത്തിൽ ദൈവാനുഗ്രഹം ഉണ്ടാകണം. ഞായറാഴ്ച ആചരണത്തിൽ വീഴ്ച വരുത്തരുത്. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കുറവ് വരുത്തരുത്. വേദപുസ്തക വായനയ്ക്ക് മന്യം വരുത്തരുത്. ബൈബിൾ വായിക്കണം. കുടുംബത്തിൽ ഞായറാഴ്ച കുർബാന വേണം. കൊന്ത ചെല്ലണം. ഒരുമിച്ച് പ്രാർത്ഥിക്കണം. മേൽപ്പട്ടക്കാരോടും പട്ടക്കാരോടുമൊക്കെ ചേർന്ന് സഭയിൽ നമ്മളായിരിക്കണം. കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. ഓർത്താൽ മതി, ഒരു കല്യാണത്തിൻ്റെ പേരിൽ കുർബാന മുടങ്ങുന്നവരാണോ നമ്മൾ? ഒരു തലവേദനയുടെ പേരിൽ സന്ധ്യാപ്രാർത്ഥന വേണ്ടെന്ന് വെക്കുന്നവരാണോ നമ്മൾ? ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാതെ പോകുന്നുണ്ടോ? അവിടെയാണ് പറയുക, കർത്താവിൻ്റെ നിമിഷങ്ങളും കർത്താവിൻ്റെ ദിവസങ്ങളും കർത്താവിൻ്റെ മണിക്കൂറുകളും പരിശുദ്ധമായി നമ്മൾ ആചരിക്കണം. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്കൊക്കെ കുടുംബത്തിൽ ഒരു വലിയ ഊന്നലും ഒരു വലിയ പ്രാധാന്യവും കൊടുക്കണം. പഴയകാല അമ്മച്ചിമാരും അച്ചായന്മാരും ഒരുപാട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ഇന്ന് ഈ പ്രാർത്ഥന അന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയി. കുടുംബത്തിൽ ചെന്നാലൊക്കെ പെണ്ണുങ്ങൾക്ക് സീരിയൽ ഭ്രമത്തിലൂടെ കടന്നു പോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുക. ഒരു കുട്ടിയാൻ പറഞ്ഞു, എൻ്റെ അച്ഛ, എൻ്റെ ഭാര്യ സീരിയൽ കാണാൻ വരുന്നത് വടക്കം വീരഗാഥയിലെ പോലെ ടർക്കിട്ട് അവൾ കയറ്റി കൊടുത്ത് സോപ്പ് പതച്ച് ദേഹം നനച്ച് അവൾ കസേരയെ വന്നിരിക്കും. അതെന്താ? എൻ്റെ അച്ഛോ, പരസ്യം വരുമ്പം വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ലോ, ഇത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ്. ചില പെണ്ണുങ്ങളെ കാണാം 5:30 ആകുമ്പം കുളിച്ചു തോർത്തി, കാച്ചിക്ക ഒഴിയുന്ന പോലെ മുടി പൊക്കി കെട്ടി, ഞണ്ട്, തേള്, പഴുതാര, ആമ, കൊടക്കമ്പി, ഇരുമ്പുകൂള്, വിറക്, ആപ്പ് ഇത് കുത്തി കയറ്റി നെഞ്ചിന് കുറുകെ ഒരു ടർക്കിട്ടവർ വിട്ട് ഒറ്റ ഇരിപ്പാണ്. കാരണം 6:30 മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ഒരു കുട്ടി പറഞ്ഞു, അച്ഛനെ ഇതിനു മുമ്പ് പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ചാടാ? മമ്മി TV വെച്ചപ്പം ഇങ്ങനെ തെറ്റിച്ച് പോയപ്പം അച്ഛൻ തെന്നി പോകുന്നത് ഞങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഇന്ന് കുടുംബങ്ങൾ ഇങ്ങനെയായിട്ട് മാറിയിരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുക. ഇവിടെയാണ് പറയുക, ഒരു കാരുണ്യത്തിൻ്റെ കുടുംബം പ്രാർത്ഥനയുടെ കുടുംബമായിരിക്കണം. ഒരു കൊച്ചിനോട് ചോദിച്ചു, മോനെ നിങ്ങളുടെ വീട്ടിലെ സന്ധ്യാപ്രാർത്ഥന എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങൾ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കും. എങ്ങനെയാണ് കൊന്ത ചൊല്ലുക? ഞങ്ങൾ കൊന്ത ചെല്ലുന്നത് പരസ്യം രഹസ്യം, രഹസ്യം പരസ്യം, പരസ്യം രഹസ്യം, രഹസ്യം പരസ്യം. അതിനാടാ TV പരസ്യം വരുമ്പം കൊന്തയുടെ രഹസ്യം ഞങ്ങളങ്ങോട്ട് ചെല്ലും, പിന്നെ സീരിയൽ കാണും. അടുത്ത പരസ്യത്തിന് പിന്നത്തെ രഹസ്യം, രഹസ്യം പരസ്യം, പരസ്യം രഹസ്യം. ഞങ്ങളിങ്ങനെ ചെല്ലുന്ന കുടുംബമുണ്ട്. ഇവിടെയാണ് പറയുക, കർത്താവിൻ്റെ മണിക്കൂർ പരിശുദ്ധമായി ആചരിക്കണം. കുടുംബത്തിൽ ഒന്നിച്ചുള്ള പ്രാർത്ഥന വേണം. കുർബാനയ്ക്ക് പോകണം, കുമ്പസാരിക്കണം. കാരണം നമ്മൾ എങ്ങനെ കുടുംബത്തിൽ ജീവിക്കുന്നോ അതാണ് പുതിയ തലമുറ, പുത്തൻ മക്കളും പുതിയ ലോകവും കണ്ടുപിടിക്കുക. ഇപ്പോൾ കുടുംബത്തിൽ ഈ ഒരു നമ്മുടെ അന്തരീക്ഷം നമ്മൾ സൂക്ഷിക്കുക. എത്രമാത്രമാണ് കുടുംബ ബന്ധങ്ങളിൽ കൊടുക്കുന്ന പവിത്രത. ഇപ്പം കർത്താവിന് ദിവസം പരിശുദ്ധമായി ആചരിക്കണം. നാമം വൃഥാ പ്രയോഗിക്കരുത്. ഏകാധിപത്യ മനോഭാവം ഉപേക്ഷിക്കുക. 4ാമത് പറയുന്ന പ്രമാണമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കണം. കുടുംബത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കണം. കരുണയുള്ള കുടുംബത്തിൽ അപ്പനോടും അമ്മയോടുള്ള പെരുമാറ്റത്തിൽ ഒരു വലിയ കാരുണ്യം ഉണ്ടാകും മാതാപിതാക്കളോട്. അവിടെയാണ് പറയുക, കാരണവന്മാരോട് നമ്മൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് ഒരാത്മശോധന നമ്മൾ നടത്തുക. അപ്പനോടും അമ്മയോടും എങ്ങനെ പെരുമാറുന്നു? പ്രഭാഷകൻ 3:24. നല്ല കാലത്തോളം ഈ ഭൂമിയിൽ നീ ജീവിക്കേണ്ടതിന് അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. അപ്പനെ ബഹുമാനിക്കണം, അമ്മയെ സ്നേഹിക്കണം. ഇന്ന് കാരണന്മാരൊക്കെ ഭാരമായിട്ട് മാറുന്ന ലോകത്തിലാണ്. ഇന്ന് മനുഷ്യനെ സംബന്ധിച്ച് 5 കണക്ഷൻ ഉണ്ടെങ്കിൽ അവൻ ജീവിതം സുഖകരമായി.
5 കണക്ഷൻ. 1 വാട്ടർ കണക്ഷൻ, 2 ഗ്യാസ് കണക്ഷൻ, 3 കറണ്ട് കണക്ഷൻ, 4 ടെലിഫോൺ കണക്ഷൻ, 5 ഇൻ്റർനെറ്റ് കണക്ഷൻ. ഇത്രയുണ്ടെങ്കിൽ അമ്മയായിട്ടൊരു കണക്ഷൻ വേണ്ട, അപ്പനുമായൊരു കണക്ഷൻ വേണ്ട, അയൽക്കാരുമായി കണക്ഷൻ വേണ്ട. ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഫോണ്, വെള്ളം, കരണ്ട്, ഇൻ്റർനെറ്റ്, ഇത്രയും ലോകം കൂടി ജീവിക്കും. അതുകൊണ്ടാണ് ഇന്ന് മനുഷ്യൻ്റെ അമേരിക്കയുമായുള്ള ദൂരം കുറഞ്ഞു, യൂറോപ്പുമായി ദൂരം കുറഞ്ഞു. ഒന്ന് ഞെക്കിയാൽ കയ്യിൽ പിടിച്ച് ഫോട്ടോയിൽ മുഖാമുഖം കണ്ടുകൊണ്ട് നമുക്ക് സംസാരിക്കാം. പക്ഷേ പെറ്റതള്ളയുമായുള്ള ദൂരം വർദ്ധിച്ചു, ജനിപ്പിച്ച അപ്പനുമായുള്ള ദൂരം വർദ്ധിച്ചു, അയൽക്കാരുമായുള്ള ദൂരം വർദ്ധിച്ചു. അമേരിക്കയുമായി അടുത്തപ്പോൾ അമ്മയുമായി അകലം പാലിക്കുന്ന മക്കളുടെയും കൊച്ചുമക്കളുടെയും മരുമക്കളുടെയും ലോകത്തിലാണ് പറയുക. മാതാപിതാക്കളെ സ്നേഹിക്കുക, അവരെ ബഹുമാനിക്കുക. ഒരുത്തി അവളെ കെട്ടാൻ പോകുന്നതിനെ ഫോൺ വിളിച്ച് ചോദിക്കുകയാണ് വിശേഷങ്ങൾ. അവസാനം ചോദിച്ചു, പുരാവസ്തുക്കൾ വല്ലതും വീട്ടിലുണ്ടോ? മോനുണ്ട്, പറ, കൊരണ്ടി, അടച്ചുകൂറ്റി, പഴയ 5-6 തവി. അതല്ല, അപ്പനും അമ്മയും ഉണ്ടോയെന്ന് നമുക്ക് അറിയേണ്ടത്. അവരെ അവസാനം വഹിക്കേണ്ടി വരുമോ? ഒരു അപ്പനും അമ്മയും കൂടി, അപ്പൻ്റെ അമ്മ പ്രായമുള്ള കൂനിക്കൂനി നടക്കുന്ന ആളാണ്. എപ്പോഴും വിളിക്കുന്നതാക്ക് മുടിഞ്ഞ പഴഞ്ചരക്ക്, ചാകത്തുമില്ല, പക്ഷേ മെനക്കെടുത്താൻ വേണ്ടി പഴഞ്ചരക്ക് പോകുന്ന പോക്കുണ്ടല്ലേ, എന്നാരും പഴഞ്ചരക്ക ശല്യമാണ്. ഇതാണ് ഈ മോൻ കേട്ട് പഠിച്ചത്. 5 പഠിക്കുന്ന മോൻ സ്കൂളിൽ നിന്ന് വീട്ടിൽ വന്നു, ഒരു ചൂലും തവിയെടുത്ത് അപ്പൻ്റെ അമ്മയ്ക്ക് എറിയാൻ വേണ്ടി എടുത്തു. അമ്മ ഓടി, ഇവൻ പുറകെ ഓടി. അമ്മ കുനിഞ്ഞോടി, അവൻ സ്പീഡിൽ ഓടി. ഇവൻ്റെ അപ്പൻ ചെന്നാടാ എൻ്റെ അമ്മയിട്ട് ഓടിക്കുന്നത്? ടീച്ചർ പറഞ്ഞു വിട്ടിട്ടാന്ന് എൻ്റെ അമ്മയെ ഓടിക്കാൻ. അല്ല, പിന്നെ നാളെ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് പഴയതെല്ലാം ഒന്ന് ഓടിച്ച് നോക്കണമെന്നാണ് പറഞ്ഞത്. അവൻ നോക്കിയപ്പം ഏറ്റവും പഴയത് അവൻ്റെ അപ്പൻ്റെ അമ്മയാണ്. അപ്പനും അമ്മയും പുരാവസ്തുക്കളാകുന്ന ഒരു കുടുംബത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെയാണ് മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുക, അവർക്ക് സന്തോഷം കൊടുക്കുക, കരുണയോടെ സംസാരിക്കുക. അന്ത്യവിധിയിൽ ക്രിസ്തു ചോദിക്കുന്ന 5 ചോദ്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ അന്ത്യവിധി ഈ ലോക ജീവിതത്തിൻ്റെ വെളിച്ചത്തിലാണ്. കത്തോലിക്ക സഭയിലെ ഒരു സന്യാസ വൈദികൻ എന്ന എൻ്റെ പ്രവൃത്തിയുടെ വെളിച്ചത്തിലാണ് എൻ്റെ അന്ത്യവിധി. നിങ്ങളുടെയൊക്കെ അന്ത്യവിധി കുടുംബ ബന്ധങ്ങളുടെ വെളിച്ചത്തിലാണ്. മക്കൾ മാതാപിതാക്കൾ, മരുമക്കൾ മാതാപിതാക്കൾ ബന്ധത്തിൻ്റെ വെളിച്ചത്തിൽ ദൈവം ചോദിക്കുന്ന അന്ത്യവിധി. അന്ത്യവിധിയിലെ 5 ചോദ്യങ്ങൾ. മത്തായി 25, 31 മുതൽ 46 വരെ വാക്യങ്ങൾ. മത്തായി 25-ൽ 31 മുതൽ 46 വരെ വാക്യങ്ങളിൽ അന്ത്യവിധി കരുണയുടെ 5 ചോദ്യങ്ങളാണ്. 5 ചോദ്യങ്ങൾ. 1, എനിക്ക് വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നോ, പാനീയം തന്നോ? നമ്മൾ പറയോ, നവജീവനിൽ എവിടെയെല്ലാം ആകാശപ്പറവയുണ്ടോ അവർക്കെല്ലാം ഭക്ഷണം കൊടുത്തു, പാനീയം കൊടുത്തു. തമ്പുരാൻ പറയും, നല്ല കാര്യം, പക്ഷേ മകനെ, മകളെ, നിൻ്റെ പെരയ്ക്കകത്ത് അതിനേക്കാൾ അർഹിക്കുന്ന ഒരു പറവയുണ്ട്. 80 വയസ്സുള്ള അപ്പൻ, 75കാരി അമ്മ, എല്ലാവർക്കും ധർമ്മവും കൊടുത്ത് പൈസയും കൊടുത്തൊക്കെ നടക്കുമ്പോൾ പെരയ്ക്കകത്തുള്ള അമ്മയോടും അപ്പനോടും കൂടെ കാണിക്കേണ്ട ഒരു കരുണ, ഇതിനെല്ലാം അർത്ഥമുണ്ട്. അടിസ്ഥാനം ഇവരോട് കാണിക്കുക. എന്നിട്ട് വേണം നമ്മുടെ ദാനധർമ്മങ്ങളെല്ലാം. ദാനധർമ്മം കൊടുത്തിട്ട് ഇവരെ പരിഗണിക്കുന്നില്ലെങ്കിൽ അന്ത്യവിധി പറയും, എനിക്ക് വിശന്നു ദാഹിച്ചു, ഭക്ഷണം തന്നില്ല, പാനീയം തന്നില്ല, നിനക്ക് നരകം. ഇതാണ് പറയുക. ഒരമ്മ പറഞ്ഞാ, എനിക്കൊരു മോൻ, എനിക്ക് 3 ആമക്കൾ, 2 പേര് ഈ 2 പോളിസ്റ്റർ ചട്ടത്തുണി എടുത്തു തന്നു. 4 ചട്ട ഞാൻ തുന്നി വെച്ചിട്ടുണ്ട്. ഇളയവൻ ബാങ്കിലെ അറ്റൻഡറാ, അവൻ്റെ കൈ കൊണ്ട് JK തുണി കൊണ്ടോ റേഷൻ തുണി കൊണ്ടോ ഒരു ചട്ട തുന്നിയിട്ടിട്ട് മരിച്ചാൽ മതി എന്ന കൊതി. ചട്ടയില്ലാഞ്ഞിട്ടല്ല, ഒരു മോനെ കേട്ട് കിട്ടാനുള്ള ഒരമ്മയുടെ കൊതി. ഇതാണ് പറയുക, എനിക്ക് വിശന്നു ദാഹിച്ചു, സ്നേഹത്തിൻ്റെ ഭക്ഷണം തന്നോ, പാനീയം തന്നോ? തന്നെങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. 2, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ? വാർദ്ധക്യത്തിൽ അപ്പനമ്മമാർ കൊടുക്കേണ്ട മറ്റൊരു കരുണ. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ? രോഗാവസ്ഥയിൽ ക്ഷീണത്തിൽ കിടക്കുന്ന കാരണവന്മാരുണ്ടോ? അവരുടെ കൂടെ പരമാവധി സമയം ഇരിക്കാൻ മക്കളും മരുമക്കളും സമയം കണ്ടെത്തണം. മക്കളും മരുമക്കളും സമയം കണ്ടെത്തണം. ഒരപ്പനോ അമ്മ രോഗിയാണോ? അച്ഛനെ കൊണ്ട് മാസത്തിൽ 1 പ്രാവശ്യം കുർബാന കൊണ്ടിരിക്കണം. നവീകരണ ധ്യാനങ്ങളിൽ വന്നവരെ വീട്ടിൽ കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കണം. ഇവർക്ക് ആർക്കും തോന്നരുത് ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി, ആർക്കും ഞങ്ങളെ വേണ്ട. ഞാൻ എൻ്റെ വീട്ടിൽ അവധിക്ക് ചെല്ലുമ്പം കിടപ്പ് രോഗികളുള്ള വീടുകളിൽ ചെല്ലും. എൻ്റെ കയ്യെ പിടിച്ച് മുത്തിക്കൊണ്ട് അവർ പറയും, എൻ്റെ അച്ഛ, ഞങ്ങൾക്ക് വഴി വന്ന് കാണാൻ പറ്റിയില്ല, അച്ഛൻ ഇവിടെ വന്നാലല്ലേ ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ.
ഇവിടെയാണ് പറയുക, ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. ഇന്ന് മനസ്സില്ല, മനസ്സോടെ കിടക്കുമ്പം ചത്തു കിട്ടിയാൽ മതി. മരിച്ചു കഴിയുമ്പം കള്ളക്കണ്ണീരും വീഡിയോയും പത്രത്തിൽ ഫോട്ടോയും എന്തെല്ലാമാ. എത്ര പേരെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഭർത്താവിൻ്റെ അപ്പനെ അമ്മയെ, എൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് അവിടെ അപ്പനെയും അമ്മയും ഒട്ടും തന്നെ അവിടെ ഭർത്താവിൻ്റെ അപ്പനെയും അമ്മയും ഇഷ്ടമില്ല. ഇപ്പം അപ്പനിങ്ങനെ ക്ഷീണിച്ച് കിടക്കുക, പുകല പോലെ ചുരുണ്ട്, ബെഡ്സോറൊക്കെ പിടിച്ച്. അമ്മയ്ക്ക് വലിയ കുഴപ്പമില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ ചൊറിഞ്ഞ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഇവളും മടുത്തു. ഇപ്പം എന്നെ ആൾക്കാർ സാധാരണ പ്രാർത്ഥിക്കാൻ കൊണ്ടുപോകുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പെരയ്ക്ക് കല്ലിടാൻ കൊണ്ടുപോകും. ഞാൻ കല്ലിട്ടാൽ 6-ാം മാസം പൂർത്തിയാകുമെന്ന് ചില ആൾക്കാർക്ക് എങ്ങനെ വിശ്വാസമുണ്ട്. ഞാൻ അങ്ങനെ ആൾക്കാർ വണ്ടിയെ കല്ലുകൊണ്ടുവന്ന് ബെഞ്ചിരിപ്പിച്ച് കൊണ്ടുപോകാറുണ്ട്. 2ാമത് എന്നെ കൊണ്ടുപോകുന്നത്, മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ മരിക്കാതെ കിടന്നാൽ ഞാൻ പോയി പ്രാർത്ഥിച്ചാൽ 3 ദിവസത്തിന് ഉറപ്പ് എന്ന് വിശ്വസിക്കുന്നവരുണ്ട്. അപ്പം അടുത്ത കാലത്ത് ഞാൻ നിർത്തി. ഇതുങ്ങളെല്ലാം കൂടെ ഞാൻ മരിച്ചു ചെല്ലുമ്പം എൻ്റെ കാലെ പിടിച്ച് വലിച്ചാലോ. അപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നവരുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പനും അമ്മയും, അപ്പനിങ്ങനെ കിടക്കുന്നു ചുരുണ്ടി ബെഡ്സോറായിട്ട്, അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുത്തുവർത്താനം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവൻ്റെ ഭാര്യ മടുത്തു. കെട്ടിനോട് പറഞ്ഞു, ജോസഫച്ചനെ വിളിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിപ്പിക്കണം. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് പറഞ്ഞു, കൂടിയാലും 3 ദിവസം, അതിലും കൂടിയ പഴക്കമൊന്നും കാണുന്നില്ല. 3 ദിവസം തീർന്നില്ലേ ഒരു പുതിയ ശക്തിയോടെ ഈറ്റപ്പുലി പോലെ കക്ഷി പൊങ്ങി വരും. പക്ഷെ എനിക്ക് തോന്നുന്നു 3 ദിവസം കഴിയുമ്പോൾ മരിക്കും. ഞാൻ പോരുമ്പോഴത്തേക്ക് ഇവൻ്റെ ഭാര്യ എൻ്റെ തോളയിലൊന്ന് ചൊറിഞ്ഞിട്ട് വരും, അച്ഛാ പറ്റുമെങ്കിൽ ആ കൈ അമ്മയുടെ തലയെ കൂടെ ഒന്ന് വെച്ചിട്ട് പോക്കോളാവോ. കാരണം മടുത്തു. രോഗത്തിൽ, പ്രായത്തിൽ, ക്ഷീണത്തിൽ ഉൾക്കൊള്ളാൻ പാടുള്ളവരുണ്ട്. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. ചില മക്കളും മറ്റുമൊക്കെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അടുക്ക ചെന്നിരുന്ന് മൂളുന്ന കേട്ടാൽ തോന്നും പൊമറേനിയം പട്ടി കോട്ടുവായിടുന്നവർ ഒരു പ്രത്യേക സ്വരത്തിലാണ്. യാ ഓ യാ. ഒരു മകൻ ജർമ്മനിയിൽ നിന്ന് വന്നു, 4 വർഷം കൂടി അമ്മയെ കാണാൻ വേണ്ടി. അമ്മ പറഞ്ഞു, മോനെ പിത്തം, കഫം, ചുമ, കൊര, വല്ലാത്ത ക്ഷീണം. അമ്മ പറഞ്ഞു യാ 80 വയസ്സാകുമ്പോൾ അങ്ങനെയൊക്കെയാണ്. അമ്മയ്ക്ക് സഹിച്ചില്ല. മോനെ മാസം 850 രൂപയുടെ കുഴമ്പ് വേണം. നല്ല പൈസ ഞാൻ തരുന്നുണ്ടല്ലോ. അമ്മയ്ക്ക് അരിശം കയറുക. അമ്മ പറഞ്ഞു, പോട്ടെ, എൻ്റെ പഴയ മുണ്ടും ചട്ടയും കവണിയൊക്കെ എലി വെട്ടി. റിയലിയൊന്നുമല്ല മോനെ, ഇവിടെ പഴയ പെരേലിയാ, അത് വെട്ടി ദൂരെ കളഞ്ഞത്. അടുത്തിരുന്ന് സംസാരിക്കണം, മൂളിക്കേക്കണം, ശ്രദ്ധ കൊടുക്കണം. ഞാൻ രോഗിയായിരുന്നു, നീ എന്നെ ആശ്വസിപ്പിച്ചോ. 3, ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ. ഞാൻ നഗ്നനായിരുന്നു, നീ എന്നെ ഉടുപ്പിച്ചോ. എന്താ നഗ്നത? നാണം കെട്ട അവസ്ഥ. അപ്പനെയും അമ്മയെയും മക്കൾക്ക് വേണ്ട എന്ന് തോന്നൽ. മോനും മോൻ്റെ മോക്കും മോൻ്റെ ഭാര്യയ്ക്കും അപ്പനും വേണ്ട, അമ്മയും വേണ്ട. കല്യാണം കഴിഞ്ഞപ്പോൾ മോന് ഇനി അവൾ മാത്രം മതി, അമ്മയും വേണ്ട, അപ്പനും വേണ്ട. ചില ആണുങ്ങൾ കല്യാണം കഴിഞ്ഞ് സ്വന്തം ഭാര്യയും കൊണ്ട് പോകുന്ന കണ്ടാൽ തോന്നും ഏതാണ്ട് പെരുന്നാളിന് കൊടിമരം നാട്ടി അലങ്കരിക്കാൻ കൊണ്ടുപോകുന്ന പോലെയാണ് എഴുന്നള്ളിച്ചുകൊണ്ട് പോകുന്ന കാണാം. ചോദിച്ചാൽ പറയും, മാതാപിതാക്കളെ വിട്ടു. ഒരിക്കലും അപ്പനും അമ്മയ്ക്കും വീട്ടിൽ നാണക്കേട് തോന്നരുത്. അതുകൊണ്ടാണ് പറയുക, നിങ്ങളുടെ ഒരു പെൺകുട്ടിയെ കെട്ടിച്ചു വിടുമ്പം നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് ചെറുക്കൻ്റെ ശമ്പളമല്ല, വീടിൻ്റെ മുഴുപ്പല്ല, വരുമാനമല്ല, എസ്റ്റേറ്റിൻ്റെ വിസ്തീർണമല്ല. നിങ്ങൾ ആദ്യം അന്വേഷിക്കേണ്ടത് എൻ്റെ മോളെ കെട്ടിച്ചു വിടുന്ന വീട്ടിൽ 7 തലമുറകൾക്കിടയിൽ വെള്ളം കിട്ടാതെ നീറി മരിച്ച അമ്മയും അപ്പനും ഉണ്ടോ? 7ാം തലമുറ വരെ ആ വീട് ശപിക്കപ്പെട്ടതായിരിക്കും. ഇന്ന് വളരെ നല്ല അപ്പനും അമ്മയും കൊള്ളാം. പക്ഷെ 100 രൂപ കിട്ടിയാൽ 1000 രൂപ ആശുപത്രി മരുന്നിന് പോകും. എന്ത് കിട്ടിയാലും നീക്കിയിരിപ്പില്ല. എന്ത് കിട്ടിയാലും പലരും പറയുന്ന പരാതി വെച്ചാൽ ഇരിപ്പില്ല. പുറകോട്ട് തപ്പുമ്പോൾ അറിയുക, നീര് മരിച്ച ഒരമ്മ, അപ്പൻ, അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. ഒരിക്കലും മാതാപിതാക്കൾക്ക് നാണക്കേട് തോന്നരുത് കുടുംബത്തിൽ. ചില കാരണന്മാർ പറയും, എൻ്റെ അച്ഛ മോനും മോൻ്റെ ഭാര്യയ്ക്കും വേണ്ട, ആത്മഹത്യ ചെയ്താൽ ആത്മാവ് പോകില്ലെന്ന് ഓർത്ത് അങ്ങ് സഹിക്കുക. ഒരന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കുക. അപ്പം നഗ്നരായിരുന്നു, ശ്രദ്ധ കൊണ്ട്, പരിഗണന കൊണ്ട്, കരുതൽ കൊണ്ട് ഉടുപ്പിച്ചോ, എങ്കിൽ സ്വർഗം, ഇല്ലെങ്കിൽ നരകം. 4, ഞാൻ പരദേശിയായിരുന്നു, നീ എനിക്ക് പാർപ്പിടം തന്നു. ആരാ പരദേശി? അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് അഭയാർത്ഥികളല്ല പരദേശി. പരദേശി അടുക്കളയിലുണ്ട്, മുറ്റത്തുണ്ട്, മുറിക്കകത്തുണ്ട്. കെട്ടിവന്ന പെണ്ണിന് ഭർത്താവിൻ്റെ അമ്മയും അപ്പനെയും ഇഷ്ടമില്ലെങ്കിൽ അവൾക്ക് അപ്പനും അമ്മയും പരദേശിയാണ്. അപ്പനും അമ്മയും
പരദേശിയാണ്. വന്ന മകളെ അമ്മ ഉൾക്കൊള്ളുന്നില്ലെങ്കിൽ അമ്മയ്ക്ക് മകൾ പരദേശിയാണ്. ഒരിക്കലും മാതാപിതാക്കൾ പരദേശികൾ ആകരുത്. ഞാൻ പലപ്പോഴും ഓർക്കും നമ്മുടെയൊക്കെ അപ്പനമ്മമാരുടെ അവസ്ഥ. റോഡ് നന്നായിട്ട് ഇപ്പം ഇങ്ങനെ ടാർ ചെയ്ത് വരുന്നു, ഒരു ലെയർ കഴിഞ്ഞു, അടുത്തതും കൂടെ വരുന്നു, നല്ല ടാറിങ്. ആ സമയത്തൊക്കെ ഒരു മുഴുത്ത മിഷ്യൻ കാണാം, എന്തൊരു മുഴുപ്പ, ഭയങ്കര ശബ്ദം, ഒട്ടും സ്പീഡില്ല, വഴി വിലങ്ങി, മറ്റു വണ്ടിക്ക് പോകാൻ പറ്റത്തില്ല, വഴി വിലങ്ങി കിടക്കുന്നു, വണ്ടിക്ക് സ്പീഡില്ല, ഭയങ്കരമായ ശബ്ദം. പക്ഷേ റോഡ് മാന്തണമെങ്കിൽ, ടാറ് തൂളണമെങ്കിൽ, പൊടി വിതറണമെങ്കിൽ, മിനുക്കണമെങ്കിൽ ആ യന്ത്രം ഉണ്ടായേ പറ്റൂ. റോഡ് പണി കഴിഞ്ഞാൽ പിന്നെ യന്ത്രത്തിന് വിലയില്ല. അഴിക്കുക, പാർട്സ് ആക്കുക, ലോറിയെ കയറ്റുക, അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അത് ഇറക്കി വെക്കുക. പലപ്പോഴും നമ്മുടെ പ്രായമുള്ള അപ്പനമ്മമാരുടെ അവസ്ഥ ഇന്ന് ഇങ്ങനെയാണ്. സ്ഥലം മേടിക്കാൻ അവർ വേണമായിരുന്നു, വീട് പണിയാൻ വേണമായിരുന്നു, വഴി വെട്ടാൻ വേണമായിരുന്നു, മക്കൾക്കുള്ള വീതം ഉണ്ടാക്കി വെക്കാൻ വേണമായിരുന്നു. എല്ലാം ആയി കഴിഞ്ഞപ്പോഴോ വഴിമുടക്കികൾ. ചെറുപ്പക്കാരനാ തീരുമാനം എടുത്താലും മോശം എന്ന് പറയുന്ന വഴിമുടക്ക് യന്ത്രം. എന്നാ ശബ്ദമാ, ചുമ, കൊര, കാർക്കിച്ചു തുപ്പൽ, ഏമ്പക്കം, ഓരോരോ രീതികളിൽ ക്ഷീണം. ഇനിയോ വഴിമുടക്ക് ശബ്ദം ഉണ്ടാക്കുന്നു, ഒരു സ്പീഡും ഇല്ല, ഞൊണ്ടി പള്ളിയിൽ പോരുന്നു, കൊച്ചുമക്കൾക്ക് പോരും അതിനേക്കാൾ സ്പീഡ്. പിന്നെ ഏക മാർഗം എന്താ? വൃദ്ധമന്ദിരത്തിൽ ഏതാനും ലക്ഷം കൊടുത്ത അമ്മയെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുക, അപ്പനെ കൊണ്ട് അവിടെയും കിട്ടിയേക്കുക. കാരണം മക്കൾക്ക് ഈ ഭാരം സഹിക്കാൻ മേല. പല കുടുംബങ്ങളും ഇങ്ങനെയാണ്. ഇവിടെയാണ് പറയുക, മാതാപിതാക്കൾ പരദേശികളാണ്. അപ്പൻ അമ്മ വയസ്സെത്രയായാലും കട്ടിലിൽ പുഴുവിനെ പോലെ കിടക്കുമ്പോൾ ഓർക്കണം, നിങ്ങളുടെയൊക്കെ അപ്പനമ്മമാർ വീടിൻ്റെ മുറ്റത്തെ മാവ് പോലെയാണ്. വീടിൻ്റെ മുറ്റത്തെ മാവ് പോലെയാണ്. വീടിൻ്റെ മുറ്റത്തൊരു മാവ് നിന്നപ്പോൾ മാവിൻ്റെ വില ആർക്കും മനസ്സിലായില്ല. പക്ഷേ ഒരു കാറ്റത്ത് മാവ് ഒടിഞ്ഞു വീണു. മാവ് ഒടിഞ്ഞു വീണപ്പോഴാണ് മാവ് മറച്ചു പിടിച്ച ആകാശം എത്ര വലുതെന്ന് പിടികിട്ടിയത്. മാവ് തടഞ്ഞ കാറ്റ് എത്ര വലുതെന്ന് പിടികിട്ടി. മാവ് ശുദ്ധീകരിച്ച വായു എത്ര ധന്യമെന്ന് പിടികിട്ടിയത് മാവ് മറിഞ്ഞു വീണപ്പോഴാണ്. അപ്പനമ്മ ഉള്ളപ്പോൾ വിലയില്ല, പക്ഷെ ഒരിക്കൽ മരിച്ചു കഴിയുമ്പോഴാണ് അവരുണ്ടാക്കി തന്ന വില. അവരുള്ളപ്പം വീട് നമ്മുടെ വീട്. പക്ഷെ രണ്ടുപേരും മരിച്ചു കഴിഞ്ഞാലോ എൻ്റെ അനിയൻ്റെ വീട്, എൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്, എൻ്റെ പെങ്ങയുടെ വീട്, ആ രീതിയിലാണ് പറയുക. ഇവിടെ ഓർക്കുക, ജീവിതത്തിൽ മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കുടുംബം കരുണയുള്ള കുടുംബം. ഒന്ന്, ഏകാധിപത്യം ഇല്ലാത്ത കുടുംബം. രണ്ട്, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കുന്ന കുടുംബം. മൂന്ന്, പാഴ്വാക്ക് പറയാത്ത, കർത്താവിൻ്റെ നാമം വൃഥാ പ്രയോഗിക്കാത്ത ആ കുടുംബം, ദിവസം ആചരിക്കുന്ന കുടുംബം. നാല്, മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന കുടുംബം ഭാഗ്യപ്പെട്ട കുടുംബം.